We can ഞാൻ PPT ഷെയർ ചെയ്യാം. വോയിസും ഓഡിബിൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ PPT വിസിബിൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. PPT കാണാണ്ടല്ലോ അല്ലേ? ഓക്കെ. So ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ പ്രോബ്ലം. So we have to find the different horizontal and vertical components of the given four number of forces. 4 ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഫോഴ്സിന്റെയും ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള കോമ്പണൻസ് കണ്ടുപിടിക്കാനാണ് ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞത്. പക്ഷെ ആക്ച്വലി നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കോമ്പണന്റ് കണ്ടുപിടിക്കാനല്ലേ ചോദിക്കാം. യു വിൽ ആസ്ക് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ്. നമ്മളോട് ചോദിക്കുക റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യുക? റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഓൾറെഡി ഇന്നലെ എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ചെയ്ത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ 4 ഫോഴ്സിനെയും നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്തു. 4 ഫോഴ്സിനെയും ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണന്റ് റിസോൾവ് ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം. ഹൗ ടു റിസോൾവ് ദ ഫോഴ്സ് ഇൻ ടു ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണൻസ്. സോ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണൻസ് നോക്കുമ്പോൾ നമുക്ക് 2 ഫോഴ്സ്, അതായത് 100 ന്യൂട്ടൺ എന്നുള്ള ഫോഴ്സിനും 50 ന്യൂട്ടൺ എന്നുള്ള ഫോഴ്സിനും ദേ ഹാവ് പ്രൊവൈഡഡ് ദെയർ ഡയറക്ഷൻ ഇൻ ആംഗിൾസ് തീറ്റ ആയിട്ട് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ ഡയറക്ട്ലി നമുക്ക് അതിന്റെ 2 കോമ്പണന്റ് എഴുതാൻ പറ്റും. 100 ഫോഴ്സിന്റെ കോമ്പണന്റ് ഏരോ മാർക്ക് എവിടേക്കാണ് ശ്രദ്ധിക്കണം. ഓക്കെ, ഇന്നലത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഐ ഹാവ് ഗിവൺ ദ ഏരോ മാർക്ക് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തൊരു ക്വസ്റ്റ്യനിൽ ഐ ഹാവ് ഗിവൺ ദ ഏരോ മാർക്ക് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇൻ സെക്കൻഡ് ക്വാർട്ടറിൽ വരച്ച ഒരു ഫോഴ്സിന്റെ മാത്രം ഏരോ മാർക്ക് ടുവേർഡ്സ് ദ സെന്റർ ആണ് വരച്ചേക്കുന്നത്. അപ്പൊ ഏരോ മാർക്കിന് ഡിപ്പെൻഡ് ചെയ്യും റിസോൾവ് ചെയ്ത് കിട്ടുന്ന കോമ്പണൻസിന് ഡയറക്ഷൻ. ഓക്കെ, ഇൻ ദിസ് കേസ് ദ 100 ന്യൂട്ടൺ ഫോഴ്സ് ഈസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ ഓർ തേർഡ് ക്വാർട്ടറിൽ നിന്ന് അല്ല ഫോർത്ത് ക്വാർട്ടറിൽ നിന്ന് ഔട്ട്വേർഡ് മൂവ് ചെയ്യുന്ന മോഡലിലാണ് ഇറ്റ്സ് ഡയറക്ഷൻ. സോ ഇറ്റ്സ് റിസോൾവ്ഡ് കോമ്പണന്റ് ഗോട്ട് ഡയറക്ഷൻ ടുവേർഡ്സ് റൈറ്റ് ആൻഡ് in the downward direction. Okay, and we are provided with this angle. ഈ angle 40 degree ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. So this will be 100 cos 40 and this will be 100 sin 40. Okay, ഏത് സൈഡിലാണോ ആംഗിൾ പ്രസന്റ് ആയിട്ടുള്ളത് ആ സൈഡിന്റെ അവിടേക്ക് നമുക്ക് കോസ് കോമ്പണന്റ് വരിക. ആംഗിൾ ഇല്ലാത്ത സൈഡിൽ വിൽ ഗെറ്റ് എ സൈൻ കോമ്പണന്റ്. അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. കോസും സൈനും കൺഫ്യൂഷൻ ആവുന്ന ആൾക്കാർക്ക് നോക്കാം ഏത് സൈഡിലാണോ ആംഗിൾ ആ ഭാഗത്ത്. സോ ഇൻ ദിസ് കേസ് ടുവേർഡ്സ് വൈ ആക്സിസ് ആണ് നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്തേക്കുന്നത്. സോ ദ വൈ കോമ്പണന്റ് ഓർ വെർട്ടിക്കൽ കോമ്പണന്റ് വിൽ ബി കോസ് ആൻഡ് ദ അതർ കോമ്പണന്റ് വിൽ ബി സൈൻ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. ഈ സൈനും കോസ് കുറച്ച് ആൾക്കാർ പറഞ്ഞു സൈനും കോസ് ഒരുപാട് കൺഫ്യൂഷൻ ആവുന്നു എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നമുക്ക് ട്രയാങ്കിൾ വരച്ചിട്ട് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാലും മതി. ആംഗിൾ ഉള്ള സൈഡിൽ എപ്പോഴും കോസ് കോമ്പണന്റ് വരും. ആംഗിൾ ദ അതർ സൈഡ് വിൽ ഗെറ്റ് ദ സൈൻ കോമ്പണന്റ്. Okay, and again we will be splitting the 50 Newton downward direction. So we will mark the 2 components, one in this direction and one in this direction. So in this we got angle here. So either side on angle avada namukku we will get the cos component 50 cos 60 and here 50 sin 60. Okay, അപ്പോൾ ഇത് ഈ രണ്ടെണ്ണത്തിലും വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. അതർ ടു ആണ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുള്ളത്. കാരണം കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെന്ന് അവസാനം ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നു തോന്നുന്നു. 1 2 3 4 indicates the sides of the triangle. Okay, if the sides of the triangle is given, we can calculate the angle of the triangle. Okay, for the first this one, for the first Newton, the triangle side is 1 and 2. So we can calculate this angle. We can mark this angle as theta, or we can write tan theta 1. I will be marking as theta 1. Tan theta 1 is equal to, what is the equation for tan theta? It is opposite side divided by adjacent side. So tan theta 1 I will be writing it as 1 by 2, or theta 1 can be written as tan inverse 1 by 2. I
will get some answer. Okay, എത്രയാണെന്ന് നോക്കാം, അത് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ അതിൽ എടുത്ത് എഴുതാം. So that is how to find the value of θ1. So കുറെ ആൾക്കാർ ചെയ്തത് എന്താ വെച്ചാൽ അതിൽ മിസ്റ്റേക്ക് എന്നൊന്നും പറയില്ല, ഇറ്റ്സ് കറക്റ്റ് ആണ്, ബട്ട് ഇറ്റ്സ് എ ലെങ്തി പ്രൊസീജിയർ. കുറച്ച് ആൾക്കാർ ചെയ്തത് എന്താ വെച്ചാൽ as the sides are given, 1, 2 sides are given, so they are calculating the diagonal as root of 2 square plus 1 square. So they will get the resultant as root 5. And they are writing sin theta as 1 by root 5 and cos theta as 2 by root 5. And they will be resolving 200 into sin theta is equal to sin theta. Instead of sin theta, they are writing 1 by root 5, and instead of cos theta, they are writing 2 by root 5. അപ്പോൾ അത്രയും അതൊരു ലെങ്തി പ്രൊസീജിയർ ആണ്. നമുക്ക് അത്രയും നമുക്ക് ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് തീറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം, തീറ്റ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, so here we will be resolving the cos into two components, one vertical and one horizontal component. Arrow mark towards outward ആണ്, so we will be putting outward direction arrow mark, and theta mark is in this side ലാണ്. So here we will get 200 cos theta 1. This will be 200 sin theta 1. Okay, and for this ഈ കേസിൽ ആംഗിളിനോട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. θ1 വാല്യൂ 26.265 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് കേസ് 120 ന്യൂട്ടന്റെ θ2 എന്നാണ് മാർക്ക് ചെയ്തേക്കുന്നത്. θ2 can be written as tan theta is equal to opposite. This is marked as θ2. So tan θ2 is equal to 4 divided by 3, or θ2 is equal to tan inverse 4 divided by 3. So we'll get 53.13. Again, we will be resolving this force into two components. As arrow mark pointing outwards, we will be pointing the components also in the outward direction. This will be 120. Theta mark is in this direction. നമ്മൾ x axis നായിട്ടാണ് theta mark ചെയ്തേക്കുന്നത്. So x component or horizontal component will be the cos component, cos θ2, and this will be 120 sin θ2. Okay. ഒരിക്കലും ഇങ്ങനെ വരച്ച് എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് ആദ്യത്തെ തവണ ആയതുകൊണ്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ തവണ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഡയറക്റ്റ് നമുക്ക് എഴുതേണ്ട ആവശ്യം, ഫസ്റ്റ് യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് θ1 and θ2, and നെക്സ്റ്റ് യു റൈറ്റ് ദ ഓൾ ദ കോമ്പണൻസ്. വേറെ സ്റ്റെപ്പുകളൊന്നും ആവശ്യമില്ല. യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദ കോമ്പണൻസ്. ഓക്കെ, സോ ഹിയർ ഈസ് ദ ടോട്ടൽ ഹൊറിസോണ്ടൽ കോമ്പണൻസ്. ഹൊറിസോണ്ടൽ കോമ്പണൻസ് നമ്മൾ എക്സ് ഡയറക്ഷൻ വെച്ച് മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ FH വെച്ചിട്ട് മാർക്ക് ചെയ്യാറുണ്ട്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ H വെച്ചിട്ട് മാർക്ക് ചെയ്യാറുണ്ട്, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ X വെച്ചിട്ട് മാർക്ക് ചെയ്യാറുണ്ട്. Both indicates the horizontal components. So the first one is the 200 Newton force. Its horizontal component will be 200 cos θ1. So 200 cos θ1 is calculated as 26.565. So I have marked as first component as 200 cos 26.565. Second force is 120 Newton. Its component is 120 cos θ2. So θ2 is marked as 53.13. 120 into 53.13. As it is pointing towards left, we will be marking it as a negative sign. Okay. And the third one, 50 cos 60 towards left, negative sign. And the fourth one, 100 sin 40 towards right, positive sign. So this is the 4 different components of horizontal force. So we are adding all these 4 to get the net horizontal force. We are adding all these 4 to get the net horizontal force. ഈ പോർഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞതിൽ ഇല്ല കേട്ടോ. ഇത് പുതുതായിട്ട് ഞാൻ ആഡ് ചെയ്താണ്. ഡിറ്റർമിൻ ദ റിസൾട്ടന്റ്. എങ്ങനെയാണ് റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതെന്ന് ഞാൻ ആഡ് ചെയ്താണ്. ടു ഫൈൻഡ് ദ റിസൾട്ടന്റ് ഓഫ് n നമ്പർ ഓഫ് ഫോഴ്സ്, നമ്മൾ ആദ്യം അതിനെ റിസോൾവ് ചെയ്തിട്ട് അതിന്റെ എല്ലാത്തിനെയും ഹൊറിസോണ്ടൽ കോമ്പണന്റ് കണ്ടുപിടിക്കും, അതിന്റെ എല്ലാത്തിനെയും വെർട്ടിക്കൽ കോമ്പണന്റ് കണ്ടുപിടിക്കും. And we will be adding all the horizontal components, and we will be adding all the vertical components. Okay. So we will be adding all the horizontal components. You will get the net horizontal force is 146.2 Newton. So you have to okay. അതിൽ സൈൻ എന്താണെന്നൊക്കെ നോക്കണം കേട്ടോ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നോക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ് we will be writing the net vertical force. Next vertical force.
So we will be writing sigma fy അല്ലെങ്കിൽ sigma fv. Some text they have written as sigma fv. Okay, anyway, this is a vertical component. So we will starting from the 200 Newton, it got 200 sin theta 1, 200 sin 26.565. It is towards up, so I will be marking it as positive sign. Second one, 120 sin theta 2, 120 sin 53.13. Again, it is towards up, so I will be writing a positive sign. And the third one, 50 sin 60, 50 sin 60 towards downward direction. So I will be marking it as a negative sign. And 100 cos 40, that's also towards downward direction. So I will be marking it as a negative sign. And we will be finding out the net vertical force. So we got net horizontal force and net vertical force. So we got net horizontal force and net vertical force. So we will be marking the net horizontal and vertical force here. So this is x and y axis. And we will be marking net horizontal force. It is 146.2 Newton. So as it is horizontal, I will be marking along the x-axis. It is 146.2 Newton. And the net vertical force, it is hello. Audio visible അല്ലേ? എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും? ഹലോ, വോയിസ് ക്ലിയർ ആവണില്ല, ടൈപ്പ് ചെയ്താൽ മതി. എന്തെങ്കിലും മീൻസ് പി പി ടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ട്? റെക്കോർഡിംഗ് ഓക്കെ, റെക്കോർഡിംഗ് ഓൺ ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫോർത്ത് ക്വാഡ്രന്റ്, ക്യാൻ വി കൺസിഡർ ദ ആംഗിൾ ഇൻക്ലിനേഷൻ ഫ്രം ദ എക്സ് ആക്സിസ്? അങ്ങനെയും മാർക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പ്രസന്റേഷൻ മിസ്സായിണ്ടാവും. One minute, presentation. So, Suryathi ചോദിച്ചിരിക്കുന്നത്, sir, in the fourth quadrant, can we consider the angle inclination from the x-axis? ഫോർത്ത് ക്വാഡ്രന്റിൽ എക്സ് ആക്സിസിനായിട്ട് ആംഗിൾ ഇൻക്ലിനേഷൻ കൺസിഡർ ചെയ്യാൻ പറ്റും. നോ പ്രോബ്ലം. നമ്മളിപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തേക്കുന്നത് 40 ഡിഗ്രി ആയിരുന്നു. സോ അതിൽ നമുക്ക് 40 ഡിഗ്രി എന്നുള്ളതിന് പകരം എക്സ് ആക്സിസിനായിട്ട് ഇൻക്ലിനേഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് 50 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യണം. 50 ഡിഗ്രി മാർക്ക് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബിക്കം, അപ്പോൾ നമ്മുടെ കോമ്പണൻസ് ഒക്കെ മാറും. അപ്പോൾ ഇതിന്റെ പേരെന്ന് പറയുന്നത് 100 കോസ് 50 ആവും. ആൻഡ് ദിസ് വിൽ ബി 100 സൈൻ 50 ആവും. ഓക്കെ, നമുക്ക് എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള ഇംഗ്ലീഷിലേക്ക് കൊടുത്തിട്ട് അങ്ങനെ എഴുതണമെങ്കിൽ കുഴപ്പമില്ല. എല്ലാ എക്സ് കോമ്പണന്റും നമുക്ക് കോസ് കോമ്പണന്റ് ആയിട്ട് എഴുതാൻ പറ്റും. എല്ലാ വൈ കോമ്പണന്റും നമുക്ക് സൈൻ കോമ്പണന്റ് ആയിട്ടും എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, so we got two components. One is net horizontal force 146.2 Newton and net vertical force 65.5 Newton. So I will be drawing 65.5 Newton. Okay, 65.5 Newton. So as per parallelogram law of forces, രണ്ട് ഫോഴ്സിന്റെ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതും റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, എന്താണ് ഇക്വേഷൻ? റൂട്ട് ഓഫ്
resultant is equal to root of f1 square plus f2 square plus 2 f1 f2 cos theta. This is the equation for resultant as per parallelogram law of forces. So we got two forces, one force 146.2 Newton and another force 65.5 Newton. Two forces കിട്ടിയിട്ടുണ്ട്. So what is the angle between them? What is the angle between them? The angle between them is 90 degree. So cos 90 equal to 0. So we need not consider this term. ഇങ്ങനത്തെ കേസിൽ നമുക്ക് റിസൾട്ടന്റ് എഴുതുമ്പോൾ കോസ് തീറ്റ എന്നുള്ള കോമ്പണന്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി റിസോൾവ് ഇൻടു വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയി റിസോൾവ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ റിസോൾവ് ചെയ്യുമ്പോൾ റിസൾട്ടന്റ് ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് കോസ് തീറ്റ എന്നുള്ള കോമ്പണന്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. വി ഹാവ് ടു റൈറ്റ് ഓൺലി റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് f1 സ്ക്വയർ പ്ലസ് f2 സ്ക്വയർ. സോ വിൽ ബി റൈറ്റിംഗ് റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു 146.2 സ്ക്വയർ പ്ലസ് 65.5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 160.2 Newton. Okay, and we have to find the angle of the resultant. We have to find the angle of the resultant. അപ്പോൾ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി ഈ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണന്റിനെ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് റിസൾട്ടന്റ് നമ്മൾ കാൽക്കുലേറ്റ് ആംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് I will be drawing this 65.5 here and I will be drawing the resultant like this. So this is the angle of the resultant. This is the angle of the resultant, which is given by tan theta is equal to vertical component. This is the vertical component, or sigma f y. This is the horizontal component. So tan theta can be written as sigma f y divided by sigma f x, or theta can be written as tan inverse sigma f y divided by sigma f x. So we have to resultant calculate ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ magnitude calculate ചെയ്യണം, direction calculate ചെയ്യണം. So to find the magnitude, we will be taking the square root of net vertical and horizontal component. To find the direction, we will be taking the tan inverse of net vertical component and net horizontal component. So we will get the angle as 24.1 degree. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്തോളൂ. ഒരിക്കലും ഞാൻ ഈ ഡയഗ്രാം ഒന്നും വരയ്ക്കണം നിർബന്ധം പറയുന്നില്ല. നമുക്ക് തന്നിരിക്കുന്ന ഫോഴ്സിന് ഡയറക്റ്റ് ആയിട്ട് സിഗ്മ എഫ് എക്സിന്റെ വാല്യൂം സിഗ്മ എഫ് ഐയുടെ വാല്യൂം എഴുതാൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓൾറെഡി സിഗ്മ എഫ് എക്സ് എഫ് ഐ എഴുതി മീൻസ് നെറ്റ് എല്ലാ ഇൻഡിവിജ്വൽ ഫോഴ്സിന്റെയും വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ കോമ്പണന്റ് നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം, എന്നിട്ട് ഈ വാല്യൂ എഴുതാം. അതുപോലെ നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം, എന്നിട്ട് ഈ വാല്യൂ എഴുതാം. And then write the equation for resultant root of fx square plus root of fy square and substitute the value, you will get the resultant. And then write the equation for tan theta and write the equation for theta and find the value of tan theta. അപ്പോൾ അത്രയും കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി കോമ്പണൻസ് കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാം, നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ എഴുതാം. നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ എഴുതാം. റിസൾട്ടന്റ് ഇക്വേഷൻ എഴുതാം. റിസൾട്ടന്റ് ഇസ് ഈക്വൽ ടു ആദ്യം ഇക്വേഷൻ എഴുതിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആൻഡ് ഫൈൻഡ് ദ റിസൾട്ടന്റ്. റിസൾട്ടന്റ് വാല്യൂ എഴുതാം ആൻഡ് ടാൻ തീറ്റയുടെ ഇക്വേഷൻ എഴുതാം, തീറ്റയുടെ ഇക്വേഷൻ എഴുതാം, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. They have marked it as alpha, okay, mark it as theta. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ വേഗം കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ആയി പറയാം. സൽവ ബഷീർ വാട്ട് അബൌട്ട് സയൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഉണ്ട്, കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല. സെൽവയ്ക്ക്
Okay. കംപ്ലീറ്റ് ആയി പറയട്ടോ. ഓക്കെ. സോ ഇതില് കുറച്ച് അഡ്വാൻസ് ലെവൽ പറഞ്ഞാല് ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അത് okay, I will explain with another example. Okay, ഇതിൽ പോട്ടെ, അടുത്ത എക്സാമ്പിൾ വരുമ്പോൾ നോക്കാം. So here is another example. A triangle ABC has its side AB 40 mm long along x-axis and side BC 30 mm long along y-axis, positive y-axis, positive x-axis and positive y-axis. സോ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ക്വസ്റ്റിന്റെ ഫിഗർ അവർ തന്നിട്ടില്ല. തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് വി ഹാവ് ടു ഡ്രോ ദ ട്രയാങ്കിൾ ABC. അതിലത്തെ രണ്ട് സൈഡ്, ഒരു സൈഡ് അലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ്. അപ്പൊ നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് റഫായിട്ട് ഇവിടെ വരയ്ക്കാം. ആൻഡ് വൺ സൈഡ് അലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ്. സോ നമ്മൾ പോസിറ്റീവ് എക്സ് ആക്സിന്റെ ഒരു സൈഡായിട്ട് നമ്മൾ ABC ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് വരയ്ക്കും. ആൻഡ് BC അതിന്റെ ലെങ്ത് 40 mm ആണ് തന്നിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ ലെങ്ത് 40 mm ആണ് തന്നിട്ടുണ്ട്. സോ I have marked it as 40. And another side they have given it is BC along positive y-axis. So this is our y-axis. So along y-axis I will be marking 30 mm. So I will be marking 30 mm. സോ റിമൈനിങ് ബാക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമല്ലോ. രണ്ട് സൈഡ് കിട്ടിയ ട്രയാങ്കിളിന്റെ ബാക്കി റിമൈനിങ് സൈഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രയാങ്കിളിന്റെ ഷേപ്പ്. ഇനി 3 ഫോഴ്സസ് 40 Newton, 50 Newton and 30 Newton acting along the sides AB, BC and CA. നമ്മൾ ആദ്യം വരച്ച ലൈനിന്റെ പേരുകളൊക്കെ മാർക്ക് ചെയ്യാം. ലൈൻ AB ആണ് എക്സ് ആക്സിസില്, ലൈൻ AB എക്സ് ആക്സിസിലാണ്, അതുപോലെ സൈഡ് BC വൈ ആക്സിസിലാണ്. അപ്പൊ രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത് B എന്നുള്ള പോയിന്റ് ആണ്. സോ ദിസ് പോയിന്റ് വിൽ ബി B and this point will be A, this point will be C. Okay, 3 forces 40 Newton, 50 Newton and 30 Newton acting along the sides AB, BC and CA. നമുക്ക് ഇങ്ങനെ ഫിഗർ വരയ്ക്കാൻ മനസ്സിലായി. ഇനി എങ്ങനെയാണ് ഫോഴ്സുകൾ വരിക എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് 3 സൈഡുകൾ ഉണ്ട്. ഓക്കെ, തിരിച്ചു വരച്ചോളാം. 3 സൈഡുകൾ ഉണ്ട്. ആ 3 സൈഡിലൂടെയും 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. 3 സൈഡിലൂടെയും 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എ നിന്ന് ബിയിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്രം സി ടു എ, സി എന്ന് പറഞ്ഞാൽ ഫ്രം സി ടു എ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ 3 ഫോഴ്സുകൾ മാർക്ക് ചെയ്തു. എ ടു ബി മാർക്ക് ചെയ്തു, ബി ടു സി മാർക്ക് ചെയ്തു ആൻഡ് സി ടു എ മാർക്ക് ചെയ്തു. 3 ഫോഴ്സുകൾ മാർക്ക് ചെയ്തു. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ് ഓഫ് ദിസ് ഫോഴ്സ്. ഓക്കെ, ഈ രണ്ട് ഫിഗർ ആയാലും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഓക്കെ, നമ്മൾ ഇതിൽ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. എ ടു ബി ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ വാല്യൂ എത്തുന്നുണ്ട്. ഇറ്റ് ഈസ് 40 Newton. ആൻഡ് ബി ടു സി another force is acting. It is given as 50 Newton. And C to A another force is acting, which is given as
30 Newton. Okay, ഞാൻ എൻ്റെ ഫിഗർ പോകട്ടെ. So 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി വി ഹാവ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ് ഓഫ് ദീസ് ഫോഴ്സ്. ഈ ഓരോ ഫോഴ്സിനെയും നമുക്ക് അലോങ് എക്സ് ആക്സിസും അലോങ് വൈ ആക്സിസും റിസോൾവ് ചെയ്തിട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ്. ഈ 3 ഫോഴ്സിനെയും അലോങ് എക്സ് ആക്സിസും അലോങ് വൈ ആക്സിസും വരച്ചിട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ്. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടു ബി ആക്ട് ചെയ്യുന്ന 40 ന്യൂട്ടൺ ഫോഴ്സ് ആണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഫോഴ്സ്. സോ വാട്ട് ഈസ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ കോമ്പണന്റ്? 40 ന്യൂട്ടന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്താണ്? 40 ന്യൂട്ടന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് നമുക്ക് ആരോടെയൊക്കെ ചോദിച്ചു നോക്കാം. നമുക്ക് ആരോടെയൊക്കെ 40 ന്യൂട്ടന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ്. നിതിൻ ദാസ് അവിടെ ഉണ്ടോ? നിതിൻ ദാസ്. ഓക്കെ, നിതിൻ ദാസിനെ കാണാമല്ലോ. Okay, Nitin Das, what is the horizontal component of that 40 Newton? Yes. Hello? ഭയങ്കര സൗണ്ട്. ഹലോ 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 നിതിൻ പറയുന്നത് കേൾക്കാല്ല. ഒരു മിനിറ്റ്. ഹലോ ഹലോ ഇതൊന്ന് ടൈപ്പ് ചെയ്യോ? എനിക്ക് വോയിസ് കേൾക്കുന്നില്ല. എന്തോ എറർ ഉണ്ട്. എൻ്റെ ഹെഡ്ഫോൺ എന്തോ എറർ ഉണ്ട്. ഹലോ നിതിന് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, എന്താണ് വാട്ട് ഈസ് ദ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് ദാറ്റ് 40 ന്യൂട്ടൺ ഫോഴ്സ്? ഇതിന് മൈക്ക് ഓഫ് ചെയ്തോളൂ. ഓക്കെ, നിതിൻ പറഞ്ഞു 40 കോസ് തീറ്റ ആണ് ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടാവും. നമ്മൾ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോസ് കോമ്പണന്റ് പഠിച്ചിട്ട് അങ്ങനെ മൈൻഡ് സെറ്റ് ആയി പോയി. ഓക്കെ, അപ്പൊ അതല്ല. ഹൊറിസോണ്ടൽ കോമ്പണന്റ് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനുള്ള ഫോഴ്സ് ആണ്. അപ്പൊ നമ്മൾ ആ ഫിഗറിൽ നോക്കുക. ഫിഗറിൽ 40 ന്യൂട്ടൺ ഏത് ഡയറക്ഷനിലാന്ന് നോക്കുക. 40 ന്യൂട്ടൺ അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ തന്നെയാണ്. ഇറ്റ് ഇസ് നോട്ട് മേക്കിംഗ് എനി ആംഗിൾ വിത്ത് ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിനായിട്ട് 40 ന്യൂട്ടൺ ഒരു ആംഗിളും മേക്ക് ചെയ്യുന്നില്ല. സോ 40 ന്യൂട്ടന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 40 ന്യൂട്ടൺ ഇറ്റ്സെൽഫ്. Okay, then what is the vertical component of 40 Newton? Vertical component 40 ന്യൂട്ടന്റെ എത്രയാണ്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 40 ന്യൂട്ടൺ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിന് വെർട്ടിക്കൽ കോമ്പണന്റ് 0 ആയിരിക്കും. So the vertical component of 40 Newton will be 0. So the vertical component of 40 Newton will be 0. So നമുക്ക് ഇതിനെ രണ്ടായിട്ട് സോൾവ് ചെയ്യുമ്പോൾ നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സിലെ ആദ്യത്തെ കോമ്പണന്റ് 40 ന്യൂട്ടന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് 40 തന്നെയാണ്. ബട്ട് അതിന്റെ വെർട്ടിക്കൽ കോമ്പണന്റ് ഈസ് 0. സോ നെക്സ്റ്റ് വിൽ ബി കൺസിഡറിംഗ് ദ 50 ന്യൂട്ടൺ ഫോഴ്സ്.
What is the horizontal component of 50 Newton force? നമുക്ക് വേറെ ആരോടെയും ചോദിച്ചു നോക്കാം. What is the horizontal component of 50 Newton force? Okay. വേറെ അടുത്ത് ചോദിക്കാം. ഇതിന് കഴിഞ്ഞാൽ നെക്സ്റ്റ് Nirmalas. What is the horizontal component of 50 Newton force? Okay, it is 0. പിന്നെ ആരും മൈക്ക് ഓൺ ചെയ്യണം, കാരണം എന്തോ ഒരു എൻ്റെ മൈക്കിന് എന്തോ ഒരു ചെറിയ പ്രശ്നം, എനിക്കൊന്നും കേൾക്കാമല്ലോ നിങ്ങൾ പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് നിർമ്മല എന്ന് പറഞ്ഞു നോക്കി, ഇനി ഇതിന്റെ മാത്രം പ്രശ്നമാണോ അറിയാൻ കേട്ടോ. ഹലോ പറ. ഓക്കെ, എനിക്കെന്തോ ഇപ്പോഴും ഒരു ബ്ലറായിട്ടാണ് കേൾക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് നാളെ കറക്റ്റ് ചെയ്യാം. So its horizontal component is 0. 15 Newton എന്ന് പറയുന്നത് it is acting vertically ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിന് ഹൊറിസോണ്ടൽ ആയിട്ട് കോമ്പണൻസ് ഒന്നുമില്ല. സോ അതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതിന്റെ 40യുടെ വെർട്ടിക്കൽ കോമ്പണന്റ് 0 എന്ന് പറയുന്ന പോലെ ഇതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റും 0 ആയിരിക്കും. സോ നെക്സ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ 30 Newton ഫോഴ്സ്. 30 Newton ഫോഴ്സിന് ഹൊറിസോണ്ടലും ഉണ്ടായിരിക്കും, വെർട്ടിക്കലും കോമ്പണൻസ് ഉണ്ടായിരിക്കും. So we have to find the angle of 30 Newton. ഈ ആംഗിൾ അല്ലെങ്കിൽ ഈ ആംഗിൾ we have to calculate ചെയ്യണം. So for that they have given the sides of the triangle as 30 and 40. 30 and 40 എന്ന് രണ്ട് സൈഡുകൾ തന്നിട്ടുണ്ട്. From that we can calculate the angle theta. ആംഗിൾ തീറ്റ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Okay. So theta can be written as sin theta is equal to opposite side by hypotenuse and cos theta is equal to adjacent side by hypotenuse. So അതിന് നമുക്ക് ഡയറക്റ്റ് ഇതിൽ പ്രോബ്ലം ചെയ്തേക്കുന്നത് മീൻസ് പോയിന്റ് സൈൻ തീറ്റ കോസ് തീറ്റ കണ്ടുപിടിച്ചിരുന്ന തീറ്റ കണ്ടുപിടിച്ച് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മോഡലല്ല. ഓക്കെ, ഇത് നമ്മൾ ഇന്നലെ കുറെ ആൾക്കാർ ചെയ്ത മോഡൽ എന്ന് പറഞ്ഞില്ലേ, കുറെ സ്റ്റുഡൻസ് ചെയ്തത് 13, 14 വെച്ച് ഹൈപ്പോട്ടനസ് കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ആൻഡ് കോസ് തീറ്റ സൈൻ തീറ്റ അതിൽ നിന്ന് എഴുതിയിട്ട് അങ്ങനെ കണ്ടുപിടിക്കുന്ന മോഡൽ. ഓക്കെ, അപ്പോൾ if this is 30 Newton, its horizontal component will be 30 cos theta and vertical component will be 30 sin theta. So horizontal and vertical component ആയി. ഇനി നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സും നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 40ക്ക് ഹൊറിസോണ്ടൽ മാത്രമേ ഉള്ളൂ, 50ക്ക് വെർട്ടിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുക്കുമ്പോൾ 40 Newton ടുവേർഡ്സ് റൈറ്റ്, 30 cos theta towards left. ഓക്കെ, അപ്പോൾ നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുക്കുമ്പോൾ 40 പോസിറ്റീവ്, 30 cos theta നെഗറ്റീവ്, ആൻഡ് വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദ നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ്. ഇനി നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കുമ്പോഴോ 50 അപ്വേർഡ് പോസിറ്റീവ്, 30 sin theta that is negative, downward negative. So net vertical force. അപ്പോൾ നെറ്റ് വെർട്ടിക്കലും നെറ്റ് ഹൊറിസോണ്ടലും കിട്ടിയാൽ യു വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ റിസൾട്ടന്റ്. Result is equal to root of net horizontal force square plus net vertical force square, that's equal to 35.8. Next we will be finding out the angle. We have to find the angle also. So angle is equal to, ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, angle is equal to tan inverse net vertical divided by net horizontal. Okay, so that's equal to tan inverse 32 divided by 16. Okay, so അതിന്റെ തീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടും. സോ തീറ്റ is equal to തീറ്റയുടെ വാല്യൂ കൂടി നമുക്ക് കിട്ടും. സോ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ എഴുതണ്ട, ജസ്റ്റ് ആ ഫിഗർ മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്തൊരു ഗ്യാപ്പ് ഇട്ടാൽ മതി. ജസ്റ്റ് ഫിഗർ വരയ്ക്കുക, ഫിഗർ വരച്ചിട്ട് ഫിഗറിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് എഴുതുക, സിഗ്മ എച്ച് എഴുതുക, സിഗ്മ വെർട്ടിക്കൽ എഴുതുക, റിസൾട്ടിൻ്റെ എഴുതുക. ക്വസ്റ്റ്യൻ ഒരു ചെറിയ സ്പേസ് ഇട്ടാൽ മതി, വരുമല്ലോ നോട്ട്സ് വരുമ്പോൾ അതിന് ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഫിഗർ വരയ്ക്കുക, ഫിഗർ ബേസ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ഫോഴ്സ് എഴുതുക, വെർട്ടിക്കൽ ഫോഴ്സ് എഴുതുക, റിസൾട്ടിൻ്റെ എഴുതുക.
കംപ്ലീറ്റ് ആയി പറയൂ കേട്ടോ. ഇത്രയും ഇതൊക്കെ സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് ഞാൻ ചോദിക്കുന്നില്ല. കുറച്ച് ഒരു 3-4 കോഴ്സുകൾ ഇപ്പൊ കഴിഞ്ഞ ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് ഒരിക്കൽ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ല. ഓക്കെ, കാരണം അതൊരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൂടുതലും ചോദിക്കാറ്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് സ്റ്റെപ്സ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് വളരെ കുറവാണ്. മേ ബി ഡിപ്പെൻസ്, ചോദിക്കാം ചോദിക്കാതിരിക്കാം. എനിവേ സ്റ്റെപ്പ് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, കംപ്ലീറ്റ് ആയോ? ഓക്കെ, ഒരാളുടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുറെ ആൾക്കാർ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പോവാം, കാരണം നമുക്ക് സമയം കഴിയാറായി. അപ്പോൾ പോരാത്തിന് നമ്മൾ ഓൾറെഡി കുറെ പറഞ്ഞതല്ലേ. ഇതെല്ലാം ഭയങ്കര സിമ്പിളാണ്. ഇതിൽ വേറൊരു എക്സ്ട്രാ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് 4 ഡിഫറെന്റ് ഫോഴ്സ് ഉണ്ട്. ക്വസ്റ്റിനിൽ ഫിഗർ ഒക്കെ തന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ്. നമുക്ക് 4 ഫോഴ്സ് ഉണ്ട്. ഫസ്റ്റ് 20 കിലോന്യൂട്ടൺ, 50 കിലോന്യൂട്ടൺ, 25 കിലോന്യൂട്ടൺ ആൻഡ് 35 കിലോന്യൂട്ടൺ. ഈ 4 ഫോഴ്സിന്റെയും സ്പെഷ്യാലിറ്റി എന്താ? 4ഉം അലോങ് ദ എക്സ് ആക്സിസ് ഓർ അലോങ് ദ വൈ ആക്സിസ്, ഐദർ ഹൊറിസോണ്ടൽ ഐദർ വെർട്ടിക്കൽ, അങ്ങനെ ഉള്ള കോമ്പണന്റ് ആയിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമുക്ക് റിസോൾവ് ചെയ്തിട്ട് 2 കോമ്പണൻസ് കണ്ടുപിടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. വി ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദ വാട്ട് ഈസ് വെർട്ടിക്കൽ കോമ്പണന്റ് ഓർ വാട്ട് ഈസ് ദ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് ദ ഗിവൺ ഫോഴ്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് 2 ഫോഴ്സുകളാണുള്ളത്, 20 kilonewton and 25 kilonewton. And vertical ആയിട്ട് we got 2 ഫോഴ്സ് ഉണ്ട്, 50 kilonewton and 35 kilonewton. ഇത് കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും that is net horizontal force. Net horizontal force എത്ര? 20 towards left, 25 towards right. അപ്പോൾ net horizontal force 5 towards right ആയിരിക്കും net horizontal force. Then what is net vertical force? 50 towards down, 35 towards down. So net vertical force is equal to 50 plus 35, 85 ആയിരിക്കും നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ്. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഈ പ്രോബ്ലം ഞാൻ ആഡ് ചെയ്യാൻ കാരണം ദ മെത്തേഡ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ് അല്ലെങ്കിൽ ആംഗിൾ, നമ്മൾ ആംഗിൾ റിസൾട്ടന്റ് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതുവരെ ചെയ്ത എല്ലാത്തിലും നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിലെ ആംഗിൾ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ബാക്കിയുള്ള ക്വാർട്ടറിലെ ആംഗിൾ വരുമ്പോൾ എങ്ങനെയാണ് ആക്ച്വൽ ആംഗിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പ് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് റിസൾട്ടന്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. നെറ്റ് വെർട്ടിക്കൽ 5, നെറ്റ് ഹൊറിസോണ്ടൽ -85. അതിൽ നമുക്ക് റിസൾട്ടന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്പ് ഒന്നും കാര്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ദ സ്റ്റെപ്പ് ഹൗ യു വിൽ ബി ഫൈൻഡിങ് ദ റിസൾട്ടന്റ്. ഓക്കെ, നമുക്ക് വീണ്ടും 2 ആക്സിസ് വരച്ചു. ആംഗിൾ ഓഫ് ദ റിസൾട്ടന്റ്, മെയിൻലി ആംഗിൾ ഓഫ് ദ റിസൾട്ടന്റ്. സോ ഐ വിൽ ബി മാർക്കിംഗ് 5 and 85 ഹിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 85 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. സോ ദിസ് വിൽ ബി ദ റിസൾട്ടന്റ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദിസ് വിൽ ബി ദ ആംഗിൾ. സോ നമ്മൾ എഴുതും tan theta is equal to sigma fy divided by sigma fx. അങ്ങനെ നമ്മൾ എഴുതാം. ഇപ്പോൾ സിഗ്മ fy എന്ന് പറയുമ്പോൾ 85 -85 ഉണ്ട്. അതുപോലെ സിഗ്മ fx എന്ന് പറയുമ്പോൾ 5.
ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ആംഗിൾ ആക്ച്വലി ഈ ആംഗിളാണ് നമുക്ക് കിട്ടുക. നമുക്ക് കിട്ടുന്ന ആംഗിൾ ഈ ആംഗിൾ കിട്ടും. പക്ഷെ നമ്മൾ ഒരു പ്രോപ്പർ മെത്തേഡ് എന്ന് പറയുന്നത് വിൽ ബി മാർക്കിംഗ് ദ ആംഗിൾ ഓഫ് ദ റിസൾട്ടന്റ് ഫ്രം ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. നമുക്ക് ആക്ച്വലി ഈ ആംഗിളാണ് നമുക്ക് തീറ്റ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് ഏത് ക്വാഡ്രന്റിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കിട്ടുന്ന ആംഗിൾ ബേസ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വൽ ആംഗിൾ എഴുതേണ്ടി വരും. ഓക്കെ, നമുക്കത് കിട്ടിയ റിസൾട്ടന്റിന്റെ വെർട്ടിക്കൽ കോമ്പണന്റ് നെഗറ്റീവ് ആയിരുന്നു, ഹൊറിസോണ്ടൽ കോമ്പണന്റ് പോസിറ്റീവ് ആയിരുന്നു. സോ വി ക്യാൻ ടെൽ ദാറ്റ് ഹൊറിസോണ്ടൽ പോസിറ്റീവും വെർട്ടിക്കൽ നെഗറ്റീവ് ആവുന്ന ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് വി ക്യാൻ ഡ്രോ ദ horizontal and vertical component and we can find the angle. നമുക്കൊരു ആംഗിൾ കിട്ടും. ആംഗിളിന്റെ വാല്യൂ കിട്ടും നമുക്കൊരു ആക്ച്വലി ഇറ്റ് ഈസ് 86.6 ആണ് കിട്ടുക ആംഗിളിന്റെ വാല്യൂ. ഓക്കെ, 86.6 ആണ് ആംഗിളിന്റെ വാല്യൂ. തീറ്റ ഈസ് 86.6 ആണ് കിട്ടുക. ഈ ആംഗിൾ ആണ് ആക്ച്വലി ദിസ് ഈസ് 86.6. ഓക്കെ, അപ്പൊ നോർമലി ഇതിൽ ചെയ്താലും നമുക്ക് മാർക്ക് കിട്ടാറുണ്ട്. ബട്ട് നോർമലി വിൽ മാർക്ക് മൈനസ്, ആക്ച്വലി നമ്മളൊരു മൈനസ് സൈൻ കൊടുക്കുന്നുണ്ടാവും. -85 എന്ന് കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ -86.6 എന്നുള്ള ആംഗിളാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മളടുത്ത് ആക്ച്വലി നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ മെഷർമെന്റ് ഫ്രം ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്നുള്ള മെഷർമെന്റ് ആയിട്ടുള്ള ആക്ച്വൽ ആംഗിൾ മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആവശ്യം ഈ ആംഗിൾ ആണ്. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് we have to subtract from 360 degree. 360 degree എന്ന് ഈ ആംഗിൾ മൈനസ് ചെയ്താലാണ് നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് ആയിട്ടുള്ള ആംഗിൾ കിട്ടുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കോമ്പണന്റിന്റെ സൈൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റണം വെദർ ഇറ്റ് ഈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്. അത് വെച്ചിട്ട് നമ്മൾ വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദ ആംഗിൾ. സോ നമുക്ക് കിട്ടുന്ന ആംഗിൾ 86.6 ആയിരിക്കും. ആ കിട്ടുന്ന ആംഗിൾ എന്താണ് ഒരു സ്കീമാറ്റിക് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അങ്ങനെ വരച്ചിട്ട് we have to write the actual angle 273.4 degree. അതെങ്ങനെ കിട്ടി? So it is the measurement from the first quadrant. ഇത് എല്ലാ പ്രോബ്ലത്തിനും ബാധകമാണ്. കാരണം ഇതുവരെ ചെയ്ത എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ വിൽ ബി ഡീലിംഗ് വിത്ത് ദ ഫോഴ്സ് ഇൻ ദ ഫസ്റ്റ്, അല്ലെങ്കിൽ വിൽ ഡീലിംഗ് വിത്ത് ദ റിസൾട്ടന്റ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ഓൺലി. അപ്പോൾ നമുക്ക് അത്രയധികം ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഫോർ ദിസ് പ്രോബ്ലം our resultant is in the fourth quadrant. So we have to give the angle as so -86.6 നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് മേ ബി -5 +85 വന്നാലും സെയിം ആംഗിൾ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ഒരിക്കലും കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏത് ക്വാഡ്രന്റിലാണ് നമ്മൾ റിസൾട്ടന്റ് എന്ന്. അപ്പോൾ കറക്റ്റ് വാല്യൂ എടുത്ത് എഴുതി 273.4 എടുത്ത് എഴുതിയാൽ മാത്രമേ നമുക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ഫിഗർ വരച്ച് തന്നെ നോക്കണം ഏത് ക്വാഡ്രന്റിലാണ്, എന്നിട്ട് നമ്മൾ ആക്ച്വൽ ആംഗിൾ എടുത്ത് എഴുതണം. ഓക്കെ, അപ്പൊ ഇതിന്റെയും വേഗം ഫിഗർ വരച്ചിട്ട് റിസൾട്ടന്റ് എഴുതിക്കോ, അതേപോലെ തന്നെ ആക്ച്വൽ ആംഗിളും എടുത്ത് എഴുതിക്കോ കേട്ടോ. അപ്പൊ അതൊരു കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. അറ്റൻഡൻസ് ലിങ്ക് ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മാർക്ക് ചെയ്തവർ വീണ്ടും മാർക്ക് ചെയ്യണ്ട. ഞാൻ മാർക്ക് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നുകൂടിയും പോസ്റ്റ് ചെയ്യും. എല്ലാവർക്കും റോൾ നമ്പറിന്റെ ബേസിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. മീൻസ് ഇനി ഞാൻ അറ്റൻഡൻസ് എല്ലാവരും മാർക്ക് ചെയ്തിട്ട് ആബ്സെന്റ് ആയവരുടെ പേര് ഞാൻ ഒന്നൊരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കറക്റ്റ് ചെയ്യാം. നോ പ്രോബ്ലം. ക്ലാസ് ടൈമിന്റെ ഇടയിൽ പറയണമെന്നില്ല, 2 മണിയാകുമ്പോൾ എപ്പോഴെങ്കിലും പറഞ്ഞാലും മതി. അല്ലെങ്കിൽ മീൻസ് അടുത്ത അവറിന്റെ ഇന്റർവെല്ലിൽ പറഞ്ഞാലും എപ്പോഴെങ്കിലും പറഞ്ഞാലും മതി. ബിഫോർ 2 PM പറഞ്ഞാലും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് എഴുതി എടുത്തോളൂ. ഫിഗർ വരച്ചോട്ട് റിസൾട്ടന്റ് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ റിസൾട്ടന്റ് എന്നൊക്കെ സിമ്പിൾ ആണ്. നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് ഹൗ ടു മാർക്ക് ദ ആക്ച്വൽ ആംഗിൾ. ആക്ച്വൽ ആംഗിൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തോളൂ. അത് വേണ്ടി ഞാൻ അറ്റൻഡൻസ് ലിങ്ക് ഒന്നുകൂടി പോസ്റ്റ് ചെയ്യാം. അറ്റൻഡൻസ് ലിങ്ക്